ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഹഖ് ജാഹ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാവർക്കും രക്ഷയും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി മറ്റും കഴിഞ്ഞുകൂടുന്ന എല്ലാ ആളുകൾക്കും പരിപൂർണ ശിഫാവും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഏർപ്പാടുകളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ബന്ധപ്പെടുന്ന എല്ലാ വഴികളിലും എല്ലാവിധ ഖൈറാത്തുകളെയും അല്ലാഹു വർദ്ധിപ്പിച്ച് എല്ലാവിധ സന്തോഷവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്നലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളെല്ലാം വളരെ വ്യാപകമായി വിപുലമായി രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷിക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൽ സൂര്യാസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമകളായി അവരുടെ കീഴിൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ രാജ്യത്തെ അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് രാജ്യം എന്ന് പറയുന്നത് ലോക ജനസംഖ്യയുടെ 2% മാത്രമാണ് അവിടെ ജനസംഖ്യയുണ്ടായിരുന്നത്. മാത്രമല്ല 921 കാലഘട്ടങ്ങളിൽ 57 കോടി ജനങ്ങൾ അവരുടെ കീഴിലായി, അവരുടെ അധീശത്വത്തിൻ്റെ കീഴിലായി ജീവിക്കുകയായിരുന്നു. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി 37 മില്യൺ ചതുരശ്ര കിലോമീറ്റർ വിസ്താരമുള്ള ഭൂപ്രദേശം ഈ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വാണിജ്യങ്ങളുടെ, വ്യവസായങ്ങളുടെ 75% കൈകാര്യം ചെയ്തിരുന്നതും ഇവരാണ്. ഇത്രയും ചെറിയ ജനസംഖ്യയുള്ള വളരെ ചെറിയ ഒരു ഭൂപ്രദേശമാകുന്ന ഈ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് ഇത്രയും ജനങ്ങളെയും അവരുടെ നാടുകളും കീഴ്പ്പെടുത്തുവാനും അവരെ അവരുടെ അധീനതയിലും കാൽച്ചുവട്ടിലുമാക്കുവാനും അവർക്ക് സാധിച്ചത് എന്ന് നാം പരിശോധിക്കുമ്പോൾ അവർ അവരുടെ ബുദ്ധിമികവും അപ്രകാരം തന്നെ അവരുടെ അറിവും പിന്നീട് ഓരോ നാടുകളെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രവും ഇതൊക്കെ പയറ്റിക്കൊണ്ടാണ് ഈ നാടുകളൊക്കെ അവർ കീഴ്പ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇവരോട് സന്ധിയില്ലാ സമര പോരാട്ടങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ മുൻഗാമികളാകുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ, മഹാനായ ഗാന്ധിജിയുടെയും അപ്രകാരം അതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റു നേതാക്കന്മാരുടെയും പുറകിൽ ശക്തമായി അവരെല്ലാവരും അണിനിരന്നുകൊണ്ട് ഈ രാജ്യത്തു നിന്ന് അവരെ കെട്ടുകെട്ടിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ആ സമര പോരാട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും അവരുടേതായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം കൃത്യമായി ഈ പോരാട്ടങ്ങളിൽ അവരുടെ ഭാഗധേയത്വം നിർണയിച്ചതായി ചരിത്രത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിന് പ്രധാനമായ കാരണം ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ
തട്ടിയെടുത്തത് നാം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. 800 വർഷക്കാലം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വർഷങ്ങൾ ഈ രാജ്യത്തെ പല ഭാഗങ്ങളിലായി മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അടിമവംശവും ഖിൽജി വംശവും സയ്യിദ് വംശവും തുഗ്ലക്ക് വംശവും അങ്ങനെ ലോധി വംശവും മുഗൾ വംശവും തുടങ്ങി പല ഭരണകൂടങ്ങൾ പല സംവിധാനങ്ങളിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണചിരാ കേന്ദ്രങ്ങൾ മുസ്ലിമീങ്ങളുടെ കയ്യിലായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്ലാമികമായ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ സമയവും സമ്പത്തും അവർ ചിലവഴിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് സ്നേഹവും ഐക്യവും ഒരുമയും സാഹോദര്യവും നിലനിർത്തുന്നതിന് വേണ്ടി അവർ അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഭരണങ്ങളൊക്കെ കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടങ്ങളിൽ ഇന്നത്തെ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള ജനസംഖ്യയിൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളല്ല, ഹൈന്ദവരോ അല്ലെങ്കിൽ മറ്റു ജനവിഭാഗങ്ങളാണ്. ഈ 800 വർഷക്കാലം നാം ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് അവിടെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമല്ലാതിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്ത് മറ്റു ജനവിഭാഗങ്ങളെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്ന പ്രക്രിയകൾ അവർ ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അവരെ പൗരത്വം ചോദ്യം ചെയ്യാൻ മുതിർന്നിട്ടില്ല. അവരെ ഈ നാട്ടിൽ നിന്ന് ആട്ടിവിടാൻ മുസ്ലിം ഭരണാധികാരികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും അവിടെ മറ്റു ജനവിഭാഗങ്ങൾ ഭൂരിപക്ഷമായി നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 800 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് ഉണ്ടായ ഒരു സമീപനം ഈ നാട്ടുകാരിൽ നിന്ന് അവരോടുണ്ടായില്ല? ബ്രിട്ടീഷുകാർ കേവലം 200 വർഷത്തിൻ്റെ താഴെ മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ അവർ അടക്കി ഭരിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും അവർക്കെതിരെ സമരം നടത്തുവാനും അവരെ ആട്ടിയോടിക്കുവാനും ഒക്കെ നമ്മുടെ നാട്ടുകാർ, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ 800 വർഷം ഭരിച്ച മുസ്ലിങ്ങളോട് ഈ നാട്ടുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിരോധമോ വെറുപ്പോ ഒന്നും തന്നെ ഉണ്ടായതായി നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം അവർ സത്യസന്ധരായ ഭരണാധികാരികളായിരുന്നു. നീതി രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു. എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി അവർ പ്രവർത്തിച്ചവരായിരുന്നു. നമുക്കറിയാം ബാബർ ചക്രവർത്തി, അദ്ദേഹം ഉണ്ടാക്കിയ പള്ളിയാണ് ബാബരി മസ്ജിദ്. അദ്ദേഹം ബാബരി മസ്ജിദ് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഒരാൾക്ക് പോലും ആ പ്രവൃത്തിയോട് എതിർപ്പുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് ഒരു ക്ഷേത്രം തകർത്തുകൊണ്ടാണ് നിർമ്മിച്ചത് എന്ന് പരാതി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിർമ്മിച്ച് 325 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരാരോപണം പോലും ആ ഒരു സംഗതിക്കെതിരെ ഉയരുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വളരെ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോയിരുന്നതായ ആളുകളാണ്. ഔറംഗസീബ് ഒരുപാട് കാലം ഭരിച്ച ആളാണ്. ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി പരിശോധിക്കുമ്പോൾ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ചെലവിന് വേണ്ടി അദ്ദേഹം പൊതു ഖജനാവിൽ നിന്ന് കാശെടുത്തിരുന്നില്ല എന്നും തൊപ്പി തുന്നിക്കൊണ്ടൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നതൊക്കെ ചരിത്രങ്ങളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ധൂർത്തും സ്വജനപക്ഷപാതവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടങ്ങളിൽ അവരിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ അപ്പോൾ അവരുടെ ആ ഭരണവും അവരുടെ വിശുദ്ധിയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന, ഈ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ട് നിലനിൽക്കുന്ന ചരിത്ര സ്ഥാപനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം മുസ്ലിം കയ്യൊപ്പ് പതിഞ്ഞതാണ്. താജ്മഹലാണെങ്കിലും ചെങ്കോട്ടയാണെങ്കിലും കുത്തുബ് മിനാറാണെങ്കിലും ചാർമിനാറാണെങ്കിലും അങ്ങനെ ഈ രാജ്യത്തെ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായി അവർ നിലകൊണ്ടപ്പോൾ എല്ലാ ആളുകൾക്കും അവരോട് ഇഷ്ടമായിരുന്നു, ബഹുമാനമായിരുന്നു. അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനം, ആഭ്യന്തര ഉൽപ്പാദനം 25% മുകളിലായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവിധ വികസനവും ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് പോർച്ചുഗീസുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഈ രാജ്യത്തെ കണ്ണുവെക്കുവാനും ഇങ്ങോട്ട് ഒരു അധിനിവേശം നടത്തുവാനും അവർക്ക് പ്രോത്സാഹനമായത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവരിങ്ങോട്ട് വന്നത്, ഈ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തേക്ക് വന്നത് ഇന്ത്യയെ നിർമ്മിക്കാനല്ല. അവരിവിടെ ചില നിർമ്മാണ പ്രവർത്തികളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. റെയിൽവേ പോലെയുള്ള വികസനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഈ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടായിരുന്നില്ല. അവർക്ക് ഈ രാജ്യത്ത് നിന്ന് നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ ചില വികസനങ്ങളൊക്കെ നടത്തി. പൂർണ്ണമായി ഒരു സ്പോഞ്ചിൻ്റെ സ്വഭാവമാണ് അവർ കാണിച്ചു വച്ചിരുന്നത്. ഊറ്റിയെടുത്തുകൊണ്ട് അവരെ നാട്ടിൽ കൊണ്ടുപോയി അവരുടെ വികസനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അറബികൾ ഈ രാജ്യവുമായിട്ട് കച്ചവട ഇടപാടുകൾ നടത്തുന്നവരായിരുന്നു. അതുകൊണ്ടാണ് കടലിന് പോലും അറബിക്കടൽ എന്ന് പേര് വരാനുള്ള കാരണം. അറബികളുടെ വ്യാപകമായ സന്ദർശനം ഈ രാജ്യത്തോടുണ്ടായിരുന്നു. അത് ചൂഷണത്തിന് വേണ്ടിയായിരുന്നില്ല, കച്ചവടങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമായ ഉൽപ്പാദനങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇവർ ഈ രാജ്യത്തെ മാക്സിമം ചൂഷണം ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ താജ്മഹൽ പോലും പൊളിച്ചു കൊണ്ടുപോവാൻ ഈ ബ്രിട്ടീഷുകാർ 2 തവണ ലേലം വെച്ചതാണ്. 2 തവണ ലേലം വെച്ചിട്ടുണ്ട് താജ്മഹൽ പൊളിച്ചു കൊണ്ടുപോകാൻ. ഷിപ്പിംഗ് കോസ്റ്റ് അധികമായതുകൊണ്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികമായ ചെലവ് വർദ്ധിച്ചതുകൊണ്ട് അവരത് ഒഴിവാക്കുകയാണ്. അപ്പോൾ എല്ലാം പരമാവധി ചൂഷണം ചെയ്ത് അടിച്ചു മാറ്റി കൊണ്ടുപോവുക എന്ന ഒരു സ്വഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അവരെ ഈ നാട്ടിൽ നിന്ന് നമ്മൾ കെട്ടുകെട്ടിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം 4.2%. അത്രയും നമ്മളുടെ രാജ്യത്തെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കൊണ്ടുപോയി തള്ളിയത് ഈ ദുർഭരണമാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ആദ്യമായി അവരുടെ അധിനിവേശം ഈ രാജ്യത്തേക്ക് അവർ സംവിധാനിക്കുന്നത്, കൊണ്ടുവരുന്നത്. അന്നു മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാരോടുള്ള നമ്മുടെ പോരാട്ടം. മുസ്ലിം സമൂഹം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിലെ 1ാം സ്വാതന്ത്ര്യ സമരമായി നമ്മൾ കണക്കാക്കുന്നത് 1857 സമരമാണ്. ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിലുള്ള സമരം. അദ്ദേഹമാണ് മുഗൾ ഭരണാധികാരികളിലെ അവസാനത്തെ ഭരണാധികാരി. ബഹദൂർ ഷാ സഫറാണ്. ഈ കാലഘട്ടങ്ങളിലെല്ലാം അവർ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് പല ഭാഗത്തും അവർ അധികാരങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് തടസ്സമായി നിന്നിരുന്നത് നമ്മുടെ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങിങ്ങായി ചെറിയ ചെറിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ അവർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 857 ഒരു ഐക്യരൂപത്തിൽ, ഒരു നേതൃത്വത്തിൻ്റെ രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ആളുകളും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഇറങ്ങിയത്. അത് രാജ്യത്തുള്ള എല്ലാ ആളുകളും, ഹിന്ദുവും മുസ്ലിമും എല്ലാവരും വന്ന് ബഹദൂർ ഷാ സഫറിനോട് ആവശ്യപ്പെടാൻ, നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ഏറ്റെടുക്കുന്നു. ഇവരോട് പോരാട്ടങ്ങൾക്ക് വേണ്ടി അവരുടെ സൈന്യം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇറങ്ങുകയാണ്. പക്ഷേ അന്ന് സൈന്യം വളരെ കുറവായിരുന്നു, അംഗബലം കുറവായിരുന്നു. ഈ ബ്രിട്ടീഷ് സേനയുടെ മുമ്പിൽ നമ്മുടെ പോരാട്ടം അന്ന് പരാജയപ്പെടുകയും ബഹദൂർ ഷാ സഫറിനെ അവർ അറസ്റ്റ് ചെയ്ത് മ്യാൻമാറിലെ റങ്കൂണിലേക്ക് അവർ കൊണ്ടുപോവുകയും അവിടെ അറസ്റ്റ് ചെയ്യുകയുമാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സന്ദർഭം, വിശന്നുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ഭക്ഷണം ചോദിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് 2 തളികകളിൽ 2 പാത്രങ്ങളിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുകയാണ്. അത് തുറന്നു നോക്കുമ്പോൾ ബഹദൂർ ഷാ സഫറിൻ്റെ 2 ആൺമക്കളുടെ
മുറിച്ചെടുത്ത തലകളായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവർ കൊണ്ടുവന്ന് വെച്ചത്. ഇത് കണ്ടുകൊണ്ടും അദ്ദേഹം പതറിയിട്ടില്ല. അവർ പറഞ്ഞു, എൻ്റെ മക്കളെ വധിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോവുകയില്ല എന്ന് ധീരതയോടുകൂടെ മറുപടി കൊടുത്ത ധീര ദേശാഭിമാനിയായിരുന്നു ബഹദൂർ ഷാ സഫർ. ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആദ്യം ഒരു നേതൃത്വമുണ്ടായത് മുസ്ലിം ഭരണാധികാരികളാണ്, മുസ്ലിങ്ങളിൽ നിന്നാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം ജീവാർപ്പണം നൽകിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ ആ ജയിലിൽ കടന്ന് 1862 അദ്ദേഹം മരണപ്പെടുമ്പോൾ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു കിഴി അദ്ദേഹം വെച്ചിരുന്നു, ഒരു പൊതി. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് അദ്ദേഹം എടുത്തുകൊണ്ടുപോയ 3 പിടി മണ്ണാണ്. അതിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എവിടെയാണ് മറവ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അവിടെ എന്നോടൊപ്പം എൻ്റെ കഫംപുടയിൽ, എൻ്റെ ഖബറിൽ എൻ്റെ സ്വതന്ത്രമായ എൻ്റെ രാജ്യത്തിൻ്റെ, ഞാൻ ജീവിച്ചു വളർന്ന എൻ്റെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ മണ്ണ് എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് എഴുതി വെച്ച ധീരരായിട്ടുള്ള ദേശസ്നേഹിയായിരുന്നു അദ്ദേഹം എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്തവരാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിങ്ങൾ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മിൽ നിന്നാണ് അവർ ഭരണം പിടിച്ചത്. രണ്ടാമത് ഈ ബ്രിട്ടീഷുകാർ എവിടെ വന്നാലും അവരുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കും, സ്കൂളുകൾ ഉണ്ടാക്കും, ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കും. ഇതിൻ്റെ മറവിൽ പാവങ്ങളാകുന്ന മനുഷ്യരുടെ ദാരിദ്ര്യവും പട്ടിണിയും ചൂഷണം ചെയ്തുകൊണ്ട് അവരെ മതപരിവർത്തനം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇവർ വ്യാപകമായി ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ രാജ്യത്തെ പണ്ഡിതന്മാർ, സാധാരണ ജനങ്ങൾ അവർക്കെതിരെ തിരിയുകയും അവർക്കെതിരെ പോരാടാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല, അന്ന് തുർക്കി ഖിലാഫത്തിൻ്റെ നേതൃത്വത്തിൽ ഉസ്മാനിയ ഭരണകൂടം മുസ്ലിമീങ്ങളുടെ ഒരു കേന്ദ്രമായി അന്ന് ആളുകൾ കണ്ടിരുന്നത് തുർക്കി ഖിലാഫത്ത്. ആ ഖിലാഫത്തിനെതിരെ, ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ അവർക്കെതിരെ നിന്നു. ഇതും മുസ്ലിം ലോകത്ത് ഈ ബ്രിട്ടീഷുകാരോട് എതിർപ്പുണ്ടാവാൻ, വെറുപ്പുണ്ടാവാൻ കാരണമായി തീർന്നു. കാരണം മുസ്ലിമീങ്ങളുടെ പൊതുവായ നേതൃത്വത്തിനെതിരെ ബ്രിട്ടീഷുകാർ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് രാജ്യത്ത് മുഴുവനും, ലോകത്തിന്റെ പല ഭാഗങ്ങളും ഖിലാഫത്ത് മൂവ്മെന്റുകൾ പുറപ്പെടുകയാണ്. അത് ഈ ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പാണ്. മാത്രമല്ല, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന പണ്ഡിതന്മാർ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ചൊരുമിച്ച് വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളോട് എല്ലാ ആളുകളും, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി പോരാടുകയാണ്. സന്ധിയില്ല സമരങ്ങളിൽ അവരേർപ്പെടുകയാണ്. കേരളത്തിലേക്ക് എടുത്തു വന്നാൽ, കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിസ്തുലമായ പങ്ക് വഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് മഹാനായ ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇവർക്കെതിരെ ശക്തമായ പോരാട്ടം നടന്നിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ 6 മാസത്തോളം ബ്രിട്ടീഷുകാർക്ക് തൻ്റെ അധീനതയുള്ള പ്രദേശത്തേക്ക് പ്രവേശിക്കുവാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ അതിശക്തമായ പ്രതിരോധം തീർത്ത ആളായിരുന്നു മഹാനായ ആലി മുസ്ലിയാർ. അദ്ദേഹത്തെ പിടിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ, വധിക്കാൻ ബ്രിട്ടീഷുകാർ അവരുടെ പ്രധാനപ്പെട്ട 5 മേജർമാർക്കാണ് അവർ ഉത്തരവാദിത്വം കൊടുത്തത്. 5 മേജർമാർ, പട്ടാള മേധാവികൾ ഒന്നിച്ചൊരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ആ ധീരദേശാഭിമാനിയായ ആലി മുസ്ലിയാരെ ചെറുക്കാനും പ്രതിരോധിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും അവർക്ക് സാധിച്ചത്. അപ്രകാരം അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹത്തിൻ്റെ പ്രദേശങ്ങൾ മലയാള നാട് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. ഇസ്ലാമിക് കൺട്രി എന്നൊന്നുമല്ല, മലയാള നാട്. അദ്ദേഹത്തേക്ക് വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് അതിന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പേരിടാമായിരുന്നു. അങ്ങനെയൊന്നും അദ്ദേഹം അതിന് പേരിട്ടിട്ടില്ല. മലയാള നാട്. അവിടെയും ഇവർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും
അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുകയും ചെയ്ത മഹാനായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. നികുതി നിഷേധ പ്രസ്ഥാനത്തെ സംവിധാനിച്ചുകൊണ്ട് നികുതി നിഷേധത്തിലൂടെ മഹാനായ ഉമർ ഖാളി ഇവർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മഹാനായ മമ്പുറന്തങ്ങൾ ഇവർക്കെതിരെ ഫത്വകൾ ഇറക്കുകയാണ്. മഹാനായ മഖ്ദൂം ഒന്നാമൻ തഹ്രീർ എന്ന ഗ്രന്ഥത്തിലൂടെ പോർച്ചുഗീസുകാർ വന്ന സമയം മുതൽ തന്നെ അവരെ പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് പ്രചോദനമേൽക്കിക്കൊണ്ടിരിക്കുകയാണ്. മഖ്ദൂം രണ്ടാമൻ തുഹ്ഫത്തുൽ മുജാഹിദീനിലൂടെയും ഈ രാജ്യത്തുള്ള ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് പ്രചോദനം നൽകുവാനും ഇവരെ ചെറുത്തു തോൽപ്പിക്കുവാനുമുള്ള പ്രചോദനങ്ങൾ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവർ സജീവമായി ഇവിടെ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ എല്ലാം തോൽപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും ഇവിടെയുള്ള എല്ലാ ആളുകളും ഒരുപോലെ നിന്നത്. ഈ എല്ലാ ആവേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹിയിൽ മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹവും ഇവർക്കെതിരെ ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ സമരസജ്ജമാക്കുവാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യം ദാറുൽ ഹർബാൻ ഒരു യുദ്ധഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ദാറുൽ ഹർബ്, അതിൽ പങ്കെടുത്താൽ ഷഹീദായാൽ ഷഹീദിന്റെ കൂലി വരെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ തൂലികകളിലൂടെ ഈ രാജ്യത്തുണ്ടായത്. ഈ രാജ്യത്തുള്ള എല്ലാ മുസ്ലിമും ഈ രാജ്യത്തെ സ്നേഹിച്ചു എന്നതുകൊണ്ടാണ്. ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ, സ്വരാജ്യ സ്നേഹം തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന ഉറച്ച ഈമാനികമായ ആവേശത്തിലൂടെയാണ് എല്ലാ നേതാക്കന്മാരും ഇതിനെതിരെ സമരസജ്ജരായിട്ട് ഇറങ്ങുകയും അണികളെ പ്രചോദിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ ധീരദേശാഭിമാനികളാകുന്ന ഒരുപാട് ആളുകൾ മഹാനായ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും പോലെ ഒരുപാട് ആളുകളുടെ ജീവരക്തം നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ അവരെല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഈ സ്വാതന്ത്ര്യത്തെ നുകരാൻ അവരുടെ പ്രവർത്തനങ്ങളാണ് നമുക്ക് ശക്തമായത്. മഹാനായ ടിപ്പു സുൽത്താൻ ഇവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു. അദ്ദേഹത്തെ വധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ കയറി നിന്നുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഇന്നു മുതൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പൂർണ്ണാധികാരം ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതുവരെ അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നത് മഹാനായ ടിപ്പു സുൽത്താനാണ്. ഇങ്ങനെ എല്ലാവരും എല്ലാ മതവിഭാഗങ്ങളും ഒരുമയോടുകൂടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ രാജ്യത്തെ അതിൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. 1947 നമ്മൾ ആ സൗന്ദര്യവും ആ സ്വാതന്ത്ര്യവും നമ്മൾ ആസ്വദിച്ചു. ഇന്നുവരെ ആ ആസ്വാദനങ്ങൾ, ഇതിൻ്റെ പൂർണ്ണമായ ആ സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ ആഘോഷിച്ചും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില കാലഘട്ടങ്ങൾ, കുറച്ചു കാലങ്ങളായി ചില കുബുദ്ധികൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിൻ്റെ പൗരാണികമായ ചരിത്രങ്ങളെക്കുറിച്ച് അറിയാത്തവർ, അവർ ഇന്ന് അധികാരത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലേറി ഈ രാജ്യത്തിൻ്റെ സ്വഭാവവും സംസ്കാരവും ഭരണഘടനയും എല്ലാം മാറ്റിമറിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവരുടെ അജ്ഞതയാണ്. ഈ രാജ്യത്തെക്കുറിച്ച് അവർക്കറിയുകയില്ല. ഈ രാജ്യത്തിൻ്റെ മനോഭാവവും ഇതിൻ്റെ ഉള്ളടക്കവും അത് മതേതരത്വവും ജനാധിപത്യവുമാണ്. അതിൽ വിശ്വസിക്കുന്നവരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും. അവർ ഇവരുടെ തിട്ടൂരങ്ങളെയും നിഗൂഢതകളെയും എല്ലാം പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ അവസാനമായി അവർ കൈവച്ചിരിക്കുന്നത് നമ്മുടെ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തിലാണ്. ഓരോ മുസ്ലിമും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്പത്താണ് വഖഫ് എന്നുള്ളത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മൂന്നാമതായിട്ട് ഭൂമി സ്വത്ത് നിലകൊള്ളുന്നത് വഖഫ് സ്വത്തുകളാണ്. ഈ സ്വത്ത് കണ്ണുവെച്ചുകൊണ്ടാണ് അവർ അതിൻ്റെ പരിഷ്കരിക്കണമെന്ന ഗൂഢമായ ലക്ഷ്യത്തോടുകൂടെ ചില നിയമങ്ങളൊക്കെ പാസ്സാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ പാർലമെന്റിൽ എല്ലാ വിഭാഗം ആളുകളും നഖശികാന്തം അതിനെതിർക്കുകയും അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പുനരാലോചന നടത്തുവാനും അതിനെ അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ പറയുന്ന പല നിഗൂഢമായ നിയമവ്യവസ്ഥകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ടോ വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്ന ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല അവരിത് ചെയ്യുന്നത്. അവർ അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ 5 വർഷം കഴിഞ്ഞിട്ടേ പിന്നീട് അദ്ദേഹത്തിന് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ.
അത് തികച്ചും നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. പിന്നെ വഖഫ് നിർമ്മാണ സഭയിൽ അല്ലെങ്കിൽ വഖഫ് അതിൻ്റെ കമ്മിറ്റിയിൽ ഹൈന്ദവരായ മറ്റു മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്നാണ്. മറ്റു ജനവിഭാഗങ്ങൾക്ക് ഇവിടെ ട്രസ്റ്റുകളുണ്ട്, ഇങ്ങനെയുള്ള അവരുടെ സമ്പത്ത് സംരക്ഷിക്കുവാനുള്ള കമ്മിറ്റികളുണ്ട്. അതിലൊന്നും മറ്റു ജനവിഭാഗങ്ങൾക്കൊന്നും ആരും തന്നെ പ്രവേശനം കൊടുക്കണമെന്ന് വാദിക്കുകയോ ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വഖഫ് സ്വത്തുകളും പൗരാണികമായി ആളുകൾ വാക്കാൽ വഖഫ് ചെയ്ത സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളൊക്കെ 6 മാസം കൊണ്ട് രേഖകൾ ഉണ്ടാക്കി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കീറാമുട്ടിയാണ്. അത് നമുക്ക് ഒരുപക്ഷെ അത് സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം അപഹരിക്കുവാനും അവർക്ക് സ്വന്തമായി അത് ഉപയോഗിക്കുവാനൊക്കെ ചെയ്യുന്ന ദുർലക്ഷ്യത്തോടുകൂടെയുള്ള നടപടികളിലേക്കാണ് അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ, ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് സജീവ സാന്നിധ്യങ്ങളാകുന്ന ഈ ഉമ്മത്തിനെ തകർക്കാനൊക്കെയാണ് അവർ ശ്രമിക്കുന്നത്. അതൊന്നും വിലപ്പോവുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളെയും സ്നേഹത്തോടെ ഒരുമയോടുകൂടെ എല്ലാവരോടും തോൾ ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോവാം. എല്ലാ ദുശക്തികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക.